ദശകം 58 ദാവാഗ്നി മോക്ഷവർണ്ണനം. ദാവാഗ്നി കാട്ടുതീ. ദാവ എന്ന് പറഞ്ഞാൽ തന്നെ കാട്ടുതീയാണ്. ദാവാഗ്നി കാട്ടുതീ. അതിൽ നിന്നും ഗോകുലത്തിനെ രക്ഷിക്കുന്നതാണ്. അതിൻ്റെ കൂടെ ഋതുക്കളെ വർണ്ണിക്കുകയാണ്. മഴക്കാലം, വേനൽക്കാലം, ശരൽക്കാലം, അതിനെയൊക്കെ വർണ്ണിക്കുക. ത്വയി വിഹരണലോലേ, ഹേ ഭഗവൻ, അങ്ങ് കളിയിൽ തൽപരനായിരുന്നു. ഇതാണ് ഭാണ്ഡീരക വൃക്ഷത്തിൻ്റെ ചുവട്ടിലുണ്ടായിരുന്ന ആ കളിയിൽ എന്തെന്നില്ലാതെ മനസ്സർപ്പിച്ചുകൊണ്ട് ഇരുന്നു. എന്താ കാരണം? ബാലജാലേഹി, കുട്ടികൾക്ക് സന്തോഷം, കുട്ടികൾക്ക് വളരെ സന്തോഷമുള്ളവരാണ്. അപ്പോൾ കുട്ടികളുടെ കൂടെ ആ കളിയിൽ തന്നെ മനസ്സിനെ അർപ്പിച്ചതുകൊണ്ട് എന്തിനു വേണ്ടി അത് ചെയ്തു? പ്രലംബ പ്രമഥന സവിളംബേ, പ്രലംബനെ വധിക്കാൻ കുറച്ച് താമസം വന്നു എന്നർത്ഥം. എല്ലാവരുടെയും ആ യുദ്ധം, ദ്വന്ദ്വയുദ്ധം കഴിഞ്ഞിട്ട് ഒടുവിലേക്കാണ് ഭഗവാൻ ബലരാമനോട് ഇറങ്ങാൻ പറഞ്ഞത്. അതാണ് പ്രലംബ പ്രമഥന സവിളംബേ. ഇപ്പോൾ പ്രലംബനെ വധിക്കാൻ വിളംബമുണ്ടായോ താമസമുണ്ടായോ? കാരണം കുട്ടികളുമായി കളിയിൽ ഏർപ്പെട്ട് ആ കളിയിൽ തന്നെ മനസ്സർപ്പിച്ചു. വിഹരണ ലോലേ, ലോലനാവുക, അതിൽ തൽപരനാവുക. ഇപ്പം എന്തുണ്ടായി? പശുക്കളെ നോക്കാൻ ആളില്ലാതായി. ധേനവ സ്വൈരചാരാഹ, ആ പശുക്കൾ തോന്നിയ പോലെ അങ്ങ് പോയി. അതാണ് നിയന്ത്രണമില്ലാതായി. അതാണ് അങ്ങനെ ഒരിക്കലും വരരുത്. ഏത് സംഘത്തിലും നിയന്ത്രിക്കാൻ ആളുണ്ടാവണം. ഇവിടെ നിയന്ത്രിക്കാൻ ആരും ഇല്ലാതായ സമയത്ത് അവർ സ്വൈരമായി ചരിച്ചു, അവരുടെ ഇഷ്ടം പോലെ സഞ്ചരിച്ചു. പശുക്കൾക്ക്, ആടുകൾക്കും ഒക്കെ ഉള്ള ഒരു പ്രത്യേകത, ഒരു സ്ഥലത്ത് കടിച്ചത് പിന്നെ കടിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതാണ് തൃണകുതുക നിവിഷ്ടാഹ, പുല്ല്, നല്ല പുല്ല്, ആ പുല്ല് ഒരിക്കൽ കടിച്ചു പിന്നെ അതിൻ്റെ താഴെയുള്ളത് കടിക്കാൻ ഇഷ്ടമില്ല. ആ കൗതുകം മൂലം ദൂരം ചരന്ത്യ, ഒരു സ്ഥലത്ത് കടിച്ചു, ഉടനെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ദൂരം ചരന്ത്യ, വളരെ ദൂരത്തേക്ക് അവർ സഞ്ചരിച്ചു. അങ്ങനെ കിമവിവിനം, ഏതോ ഒരു കാട്, എന്താ അതിൻ്റെ പേരെന്നറിയില്ല, എങ്കിലും ഐഷീകാഖ്യം, ഇഷീക പുല്ല് നിറഞ്ഞത് എന്നുള്ള ഒരു പേര് അതിന് കൊടുത്തിട്ടുണ്ട്. ഐഷീകാഖ്യം ഈശാം ബഭൂവു, അവിടെ എത്തിച്ചേർന്നു. ഏതൊരു പണിയാണ് പ്രധാനമായിട്ടും അവർ കാട്ടിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ടത്? പശുക്കളെ നോക്കൽ. ആ പശുക്കളെ നോക്കുന്ന കർമ്മത്തിൽ അവർക്ക് താല്പര്യമില്ലാതായിപ്പോൾ. എന്താ കാരണം? കളിയിൽ താല്പര്യം. ഭഗവാനും അവരുടെ കൂടെ നിന്നു. അവരുടെ സന്തോഷമാണ് ഭഗവാന് വേണ്ടത്. ഇത് മാത്രമല്ല, തൻ്റെ ചില സിദ്ധികളെ കാണിച്ചു കൊടുക്കും കൂടി വേണം. അപ്പോൾ ഭഗവാൻ പ്രേരണ കൊണ്ടാണ് ആ വിധത്തിലുണ്ടായത് എന്ന് വേണം വിചാരിക്കാൻ. ഹേ ഭഗവൻ, അങ്ങയുടെ മനസ്സിന് വ്യക്തമല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാം വ്യക്തമാണ്. അവിടെ സകല കാര്യങ്ങളും വ്യക്തമാണ്. എന്താണ് ചെയ്യേണ്ടത് വ്യക്തമായിട്ട് അറിയാം. എങ്കിലും ഇവിടെ ഒരു കാരണം പറഞ്ഞു എന്ന് മാത്രം. ത്വയി വിഹരണലോലേ ബാലജാലേഹി, കുട്ടികളുടെ കൂട്ടം, അവർക്ക് കളിയിലാണ് താല്പര്യം. കുട്ടികൾക്ക് എപ്പോഴും കളിയിലാണ് താല്പര്യം. അപ്പോൾ ഭഗവാൻ അവരുടെ കൂടെ അങ്ങ് കൂടി. അങ്ങനെ പ്രലംബനെ വധിക്കാൻ കുറച്ച് താമസം വന്നു. പ്രലംബ പ്രമഥന സവിളംബേ. അപ്പോൾ ഈ പശുക്കൾ ആരും നിയന്ത്രിക്കാനില്ലാതായപ്പോൾ സ്വൈരചാരാഹ, അവർക്ക് ഇഷ്ടം പോലെ അവർ സഞ്ചരിച്ചു. അവരെന്തിനെ നോക്കിയിട്ടാണ് പോണത്? തൃണക്കുതുക,
നല്ല പുല്ല് തിന്നുന്നതിലുള്ള കൗതുകം, തൃണകുതുക നിവിഷ്ടാഹ, ആ പുല്ലിൽ നല്ല പുല്ല് കണ്ട് അത് തിന്നാൻ വേണ്ടിയുള്ളതായ സന്തോഷത്തോടു കൂടിയവരായി. ദൂരദൂരം ചരന്ത്യ, എവിടെ നല്ല പുല്ലുണ്ടോ ആ പുല്ലിലേക്ക് അങ്ങോട്ട് നീങ്ങി. ദൂരദൂരം ചരന്ത്യ, അങ്ങനെ ഹിമവിപിനം, ഏതോ ഒരു കാട്, അതിനിപ്പോൾ ഒരു പേര് കൊടുക്കാവുന്നത് ഐഷീകപ്പുല്ല്, ഇഷീകപ്പുല്ലുള്ളതായ കാട്, അത് ഐഷീകം എന്ന പേര് കൊടുത്തു. ഈശാംബഭൂഹു, അവിടെ എത്തിച്ചേർന്നു. ഇത് ഈ കുട്ടികൾ അറിഞ്ഞില്ല. കളി കഴിഞ്ഞ് നോക്കണു, പശുക്കളൊന്നുമില്ല. കൃഷ്ണ, നമ്മുടെ പശുക്കളെല്ലാം പോയിരിക്കണമല്ലോ. സാരമില്ല, ഒക്കെ നോക്കാം. അവരെ സമാധാനിപ്പിച്ചു. അതാണ്, ഒരു കാരണവശാലും നമ്മൾ ദുഃഖിക്കാൻ പാടില്ല. അതാണ് ഭഗവാന്റെ. എന്തുകൊണ്ട്? നമ്മുടെ ഉള്ളിൽ ആനന്ദം നിറഞ്ഞിരിക്കുകയാണ്, സച്ചിദാനന്ദമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. അപ്പം പിന്നെ നമ്മളെങ്ങനെ വിഷമിക്കുക, ദുഃഖിക്കുക? പക്ഷെ എന്താ ഒരു ദോഷം? എല്ലാവരും ഈ സുഖത്തിൻ്റെ പിന്നാലെ പോവും. അതാണ്. അത് എങ്ങനെയുള്ള സുഖമാണ്? ഭൗതികമായ സുഖം. നമ്മളെല്ലാവരും അറിയും ഭൗതികമായ സുഖം. ആഹാര സാധനങ്ങളായാലും പഴവർഗ്ഗങ്ങളായാലും എന്തായാലും അതിൻ്റെ പിന്നാലെ നമ്മൾ പോകും. അതിലാണ് സുഖമിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ പിന്നാലെ പോകുന്നത്. ആധ്യാത്മികമായിട്ടുള്ളതായ സുഖത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതാണ്. അതും കൂടി വേണം ഇതിൻ്റെ ഒപ്പം. ആഹാരം കഴിക്കുന്നതുകൊണ്ട് ദോഷമില്ല, പക്ഷെ അതിൻ്റെ ഒപ്പം ആത്മാവിനെക്കുറിച്ച് കൂടി ചിന്തിക്കണം. ഉള്ളൂർ പറയുന്നുണ്ട്, സുഖം ക്ഷോണീയനാഗമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ടവസ്തു അതങ്ങെന്നു തിരഞ്ഞു തന്നെ. എവിടെയാണെന്ന് തിരഞ്ഞുകൊണ്ട് ആയുസ് പോക്കുന്നു ഹതാശർ നമ്മുടെ ജീവിതകാലം മുഴുവൻ ആ ഭൗതിക സുഖത്തിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതിൻ്റെ പിന്നാലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണു. ഇങ്ങനെ ആവുമ്പോൾ തന്നെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. താൻ എന്ന് പറയുന്ന ആത്മാവിനെക്കുറിച്ച്, ആത്മാവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതിൻ്റെ ഒപ്പം മറ്റുള്ളത് കൂടി ആവാം, വിരോധമില്ല. പക്ഷേ അത് നമുക്കുള്ള ഉപദേശമാണെന്ന് അർത്ഥം. വെറും പുറമേയുള്ള ഭൗതിക സുഖത്തിൽ മാത്രം നമ്മൾ തൽപരരായ പോരാ, ആധ്യാത്മിക സുഖം കൂടി അനുഭവിക്കണം. ആധ്യാത്മിക സുഖമാണ് ശാശ്വതമായ സുഖം, ഒരിക്കലും നശിക്കാത്തതായ സുഖമാണ്. ആ സുഖത്തിന് വേണ്ടി നാം പ്രയത്നിക്കണം. എങ്കിലും ആരൊക്കെയാണോ ഈ ലോകത്തിൽ, ഏതൊക്കെ ജീവാത്മാക്കളാണോ ഭൗതിക സുഖത്തിൽപ്പെട്ട് അതിനടിമകളായി ദുഃഖിക്കാൻ ഇടവരുന്നത്, അവരെ ഭഗവാൻ സഹായിക്കാൻ വരും. അതാണ്. അവരെയും തള്ളിക്കളയില്ല, അവരെയും സഹായിക്കാൻ വരും. അപ്പോൾ കുട്ടികൾ ഭഗവാൻ പറഞ്ഞു, പേടിക്കണ്ട, ഒക്കെ നമുക്ക് ശരിയാക്കാം.